ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ വുമൺ റീറ്റെൽഡ് ദി രാമായണ എന്ന് പറയുന്ന നബനീത ദേവസേനയുടെ ഒരു എസ്സെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നോർമലി നമ്മൾ രാമായണത്തിൽ നിന്ന് ഈ ഒരു എസ്സെ അല്ലെങ്കിൽ ഈ ഒരു രാമായണം വ്യത്യാസമാവുന്നത്, ഈ ഒരു രാമായണം എന്ന് പറയുന്നത് സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു രാമായണമാണ്. ഓക്കെ, മറ്റേ നമ്മുടെ വാൽമീകി എഴുതിയിട്ടുള്ള രാമായണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തുവാ, രാമനെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് പുള്ളിക്കാരനെ ഒന്ന് പൊക്കി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പോകുന്നത്. പക്ഷേ നമ്മുടെ ഈ വുമൺ റീറ്റൽ രാമായണയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു രാമായണത്തിനെ തന്നെ സ്ത്രീയുടെ പെർസ്പെക്റ്റീവിൽ എഴുതി കഴിഞ്ഞാൽ, അതായത് സീതയുടെ പെർസ്പെക്റ്റീവിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം ഓക്കെ എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് പോകുന്നത്. അപ്പം 3 വുമൺ റൈറ്റേഴ്സിൻ്റെ കാര്യം നമ്മുടെ ഓഥർ ഇവിടെ പറയുന്നുണ്ട്. ചന്ദ്രപതി, മൊള്ള ആൻഡ് രംഗനായകാമ്മ. ഓക്കെ, അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഈ എസ്സേയിൽ ഫുള്ള് പറയുന്നത് ചന്ദ്രപതി രാമായണത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, ചന്ദ്രപതി ആൻഡ് മൊള്ള ആർ ദ ഫസ്റ്റ് വുമൺ ടു റീറ്റെൽ രാമായണ. അവരുടെ റീജിയണൽ ലാംഗ്വേജിലേക്ക് രാമായണ റീറ്റെൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്ത്രീകളാണ് ചന്ദ്രപതി, മൊള്ള എന്ന് പറയുന്നത്. അവർക്ക് 2 പേർക്കും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല, 2 പേരും പ്രൊഫഷണൽ പോയിട്ടാണ്. ഇവർക്ക് 2 പേരെയും ഇവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, രാമായണത്തിനെ റീടെൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ 2 പേര് 2 ഡിഫറെൻറ്റ് റൂട്ടിലാണ് എന്ത് ചെയ്തേക്കുന്നത്, എഴുതി പോയേക്കുന്നത്. മൊള്ള എന്ന് പറയുന്നത് ഒരു ശുദ്ര വുമണാണ് കേട്ടോ. അവർ ക്ലാസിക്കൽ രാമായണം എഴുതി കൊണ്ട് എന്ത് ചെയ്യാണ്, ബ്രാഹ്മിൺ കോർട്ടിനെ തന്നെ ചലഞ്ച് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രപതിയുടെ ആ ഒരു ചന്ദ്രപതി രാമായണം എന്താണ്, ഒരുപാട് ക്രിട്ടിസൈസേഷൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതൊരു വുമണിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് എഴുതിയതുകൊണ്ട്. ഓക്കെ, പിന്നെ മൊള്ളയുടെ വർക്ക് ഈ ബ്രാഹ്മിൺസ് ഒന്നും റോയൽ കോർട്ടിലൊന്നും വായിക്കാനൊന്നും സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ചന്ദ്രപതിയുടെ വർക്കിനെയും ഒരു വീക്കായിട്ട് ഒക്കെയാണ് ആൾക്കാർ കണ്ടത്. ഓക്കെ, രംഗനായകാമ്മ ഈ ഒരു രാമായണം എഴുതിയെന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. ഷീ റോട്ട് ദ ടെയിൽ ഓഫ് റാം ഫ്രം എ മാർക്സിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, വുമൺ റീടെല്ലിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് രാമനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, എന്നാണ് കേട്ടോ പറയുന്നത്. രാമനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഹാർഷായിട്ടും അൺകെയറിങ് ആയിട്ടും ഒരു വീക്കായിട്ടുള്ളൊരു ഹസ്ബൻഡായിട്ടാണ് വുമൺ റീടെല്ലിങ്ങിൽ റാമിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ വാൽമീകി രാമായണം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. രാമൻ്റെ പ്രൗഢി, രാമൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് രാമനെ ഭയങ്കര പുകഴ്ത്തിയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സീതയെ നോക്കുകയാണെങ്കിൽ മെയിൽ സീതാമിത, അതായത് വാൽമീകി പറയുന്ന സീത എന്ന് പറയുന്നത് എന്താണ്, ദേവിയാണ്, ഒരു ഡയറ്റിയാണല്ലേ, എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു ദേവിയായിട്ടാണ് വാൽമീകി ചിത്രീകരിച്ചിരിക്കുന്നത്, സീതയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ വുമൺ റീടെല്ലിങ് നോക്കുമ്പോഴത്തേക്ക് സീത എന്ന് പറയുന്നത് ഒരു റെബലല്ല. സീത എന്ന് പറയുന്ന ഒരു സഫറിങ് വൈഫാണ്. ഇൻജസ്റ്റിസ് ഒക്കെ നേരിടുന്ന, ഒരുപാട് സഫറിങ്സ് നേരിടുന്ന, ലോൺലിനെസ് നേരിടുന്ന, ഒരുപാട് വിഷമങ്ങൾ, സോറോ നേരിടുന്ന ഒരു സ്ത്രീയാണ് സീത. ഓക്കെ, ഇൻ വുമൺ റീടെല്ലിങ്സ്. ഓക്കെ, പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ വില്ലേജസിലൊക്കെ ഉള്ള ആൾക്കാർ പാടുന്നതും ഒക്കെ ആരെ പറ്റിയിട്ടാണ്, വില്ലേജിലുള്ള സ്ത്രീകൾ പാടുന്നത് സീതയെ പറ്റിയിട്ടാണ്. അല്ലാതെ രാമൻ്റെ ആ വീരകഥകളൊന്നുമല്ല സ്ത്രീകൾ പാടുന്നത്, സീതയുടെ കഥകളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാടുന്നത്. ഓക്കെ, ഈ വുമൺ സിംഗേഴ്സിൻ്റെ ഫേവറേറ്റ് എപ്പിസോഡ് വരുന്നതെന്ന് പറയുന്നത് ബാലകണ്ഠയിൽ നിന്നും ഉത്തരകണ്ഠയിൽ നിന്നുമാണ്. ബാലകണ്ഠ എന്ന് പറയുമ്പോൾ ആ സീതയുടെ ബർത്ത്, പിന്നെ അവരുടെ മാരേജ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഉത്തരകണ്ഠ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വാറിന് ശേഷം എന്ത് സംഭവിക്കുന്നു, രാമും സീതയും കൂടെ അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ സ്ത്രീകൾ പാടുമ്പോൾ കൂടുതലായിട്ടും ഇൻജസ്റ്റിസിനെ പറ്റി, പിന്നെന്താണ്, കിട്ടാതെ പോയ സ്നേഹത്തെ പറ്റി, വെഡ്ഡിങ്ങിനെ പറ്റി, പ്രഗ്നൻസിയെ പറ്റി, ചൈൽഡ് ബർത്തിനെയൊക്കെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെൻറ്റർ ചെയ്യുന്നത് സീതയെ പറ്റിയിട്ടാണ്.
റാമിനല്ല. അതായത് റാമിൻ്റെ ബ്രില്യൻസിനെ ഒന്നും എന്താണ് അതിനെപ്പറ്റിയൊന്നും പാടാനൊന്നും വുമണിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആകെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ലക്ഷ്മണനാണ്. അതായത് എപ്പോഴും സീതയ്ക്കൊരു സപ്പോർട്ടായിട്ട് നിന്നത് ആരായിരുന്നു? ലക്ഷ്മണൻ തന്നെയാണ്. ഓക്കെ. പിന്നെ ഈ പറയുന്ന പാട്ടുകളിലെ 6 മേജർ തീമിനെ പറ്റി പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സീതാസ് ബർത്ത്, ഹർ വെഡ്ഡിങ്, ഹർ അബ്ഡക്ഷൻ, അതായത് അവളെ തട്ടിക്കൊണ്ടു പോകുന്നത്, പിന്നീട് പ്രഗ്നൻസി, അബാൻമെൻറ്റ് ആൻഡ് ചൈൽഡ് ബിയറിങ്, ഒറ്റപ്പെടുന്നതും പിന്നീട് എന്താണ് പ്രസവിക്കുന്നതും. ഇത്രയുമാണ് ആ ഒരു സോങ്ങുകളുടെ 6 മേജർ തീം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കുറേ സബ് തീമുകളുണ്ട്. സബ് തീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സീത ദി ഫൗണ്ട്ലിങ്, ദ ഗേൾ ചൈൽഡ് ആസ് ദി ഓർഫൻ, അല്ലേ? ഓർഫനായിട്ടുള്ള ആ ഒരു സീത എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആയിട്ടുള്ള സബ് തീമായിട്ട് പറയുന്നത്. സെക്കൻഡ് സബ് തീം എന്ന് പറയുന്നത് ദ വെറി ഓഫ് പാരൻസ് ഓവർ ഗെറ്റിംഗ് ദെയർ ഡോട്ടർ മാരീഡ്, അല്ലേ? ഒരു സീതയെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ മെറ്റേണൽ പാരൻസ് അല്ല, എന്നാലും എന്താണ് അവർക്ക് എന്താണ് അവരുടെ ആ ഒരു ആശങ്ക. തേർഡ് എന്ന് പറയുന്നത് ആ ഒരു മാരേജാണ്, ചൈൽഡ് മാരേജും അതിൻ്റെ കൺസേൺസും ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് ഗിവിങ് എവേ സോങ്സ് ആണ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ദ ഇൻലോസ് ആൻഡ് ദ ബ്രൈഡ്. സിക്സ്ത് എന്ന് പറയുന്നത് ദ ഗോൾഡൻ ഡിയർ. 7 എന്ന് പറയുന്നത് ദ വുമൺസ് ഡെസ്പറേറ്റ് നീഡ് ടു ബിയർ എ സൺ ടു കീപ് ഹെർ ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിലനിൽക്കണമെങ്കിൽ എന്താണ് തനിക്കൊരു ആൺകുട്ടി തന്നെ ജനിക്കണമെന്നുള്ള സീതയുടെ ആ ഒരു തോട്ടാണ് 7ാമത്തെ സബ് തീം. 8ാമത്തെ എന്ന് പറഞ്ഞാൽ അവളുടെ പ്രഗ്നൻസി, അതുപോലെ തന്നെ ക്രേവിങ്സ് ഒക്കെയാണ്. 9ാമത്തെ എന്ന് പറയുമ്പം ചൈൽഡ് ബർത്തും എങ്ങനെയുള്ള ആ ഒരു ഡയർ കണ്ടീഷനിലുള്ള ആ ഒരു ചൈൽഡ് ബർത്താണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് അബാൻമെൻ്റ് ആണ്. അവൾ എങ്ങനെയാണ് ആ ഒരു റിജക്ഷൻ ഫേസ് ചെയ്തത്, അവളുടെ ആ ഒരു ഐഡൻറ്റിറ്റി എല്ലാം എന്താണ് ആ ഒരു എത്രത്തോളം അവൾ എങ്ങനെയാണെന്ന് അവളുടെ മൊത്തത്തിൽ അവൾ എന്താണ് റിജക്ഷൻസും അബാൻമെൻറ്റും നേരിട്ട കാര്യങ്ങളൊക്കെയാണ് 10ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഓക്കെ. ഈ തീമുകൾക്കൊന്നും തന്നെ റിലീജിയസ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഇല്ല. എന്താണ് ആൻഡ് ഡു നോട്ട് കൺസേൺ മെൻ വെരി മച്ച്, അല്ലെ? മെന്നിനെ പറ്റി വലുതായിട്ട് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നുമില്ല. ഇത്തരത്തിലുള്ള സീത സോങ്സിലൂടെ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്? ഒരുപാട് സൈലൻ്റ് ആയിട്ടുള്ള മെജോറിറ്റിയുടെ സൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വോയിസ് ആണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഓരോ ലാംഗ്വേജിലും എന്താണ് നമുക്ക് സീതയുടെ പല പല കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നത്. മറാത്തി ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ സീതയുടെ സഫറിങ്സും, അതായത് ഈ രാമൻ്റെ വീട്ടിൽ പോയതിന് ശേഷമുള്ള, അയോധ്യയിൽ ചെന്നതിന് ശേഷമുള്ള ആ ഒരു സീതയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. തെലുങ്ക് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വനവാസത്തിന് പോകുന്നില്ലേ, ആ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വീട്ടിലുള്ള സ്ത്രീകളിൽ നിന്ന് എന്താണ് സീതയ്ക്ക് കിട്ടിയ ഒരു സപ്പോർട്ടാണ് തെലുങ്കിൽ പറയുന്നത്. ബംഗാളി സോങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു രാമൻ്റെ ഹാർഷ് വേർഡുകളെ പറ്റിയിട്ടാണ്, സീതയോട് പറയുന്ന ഹാർഷ് വേർഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. രാമനെ എങ്ങനെയാണ് പൊട്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജലസ് സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡായിട്ടല്ല പൊട്രേ ചെയ്യുന്നത്, പകരം സ്റ്റോൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പാപിയായിട്ടാണ് എന്ത് ചെയ്തത് ബംഗാളി സോങ്ങിൽ രാമനെ പൊട്രേ ചെയ്യുന്നത്. സ്റ്റോൺ ഹാർട്ടഡ് എന്ന് പറയുമ്പോൾ കഠിനഹൃദയനായിട്ടുള്ള പാപിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, പൊട്രേ ചെയ്തേക്കുന്നത്. ചന്ദ്രപതി രാമനെ വിളിക്കുന്നത് ഒരു ഡീറേഞ്ച്ഡ് വിമ്പെന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു കിങ് എന്നതിലുപരി എന്താണ് ഈ ഒരു ഡ്രാഗനെ പോലെയാണ് ചന്ദ്രപതി രാമനെ എന്ത് ചെയ്തേക്കുന്നത്, പൊട്രേ ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല ചന്ദ്രപതി പറയുന്നു ഹി വാസ് ദ വൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫാൾ ഓഫ് അയോധ്യ. അയോധ്യയുടെ ആ ഒരു വീഴ്ചയ്ക്ക് തന്നെ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് എന്താണ് രാമൻ എന്നാണ് ആര് പറയുന്നത്, ചന്ദ്രപതി പറയുന്നത്. വില്ലേജ് വുമണിനൊക്കെ രാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ രാമനെ ഇഷ്ടമാണ്. ഏത് രാമനെയാണ്? കുഞ്ഞ് രാമൻ, അതായത് ചൈൽഡ് രാമനെ എന്താണ് ഇഷ്ടമാണ്. അല്ലെങ്കിൽ റാം ദി ലവർ, അവനെ ഇഷ്ടമാണ്. പക്ഷേ റാം ദി ഹസ്ബൻഡിനെ എന്താണ് ആർക്കും തന്നെ ഇഷ്ടമല്ല. ആക്ച്വലി നമുക്കറിയാം ഈ രാമനും സീതയും എല്ലാം എന്താണ് ദൈവത്തിൻ്റെ ഗോഡ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്നറിയാം റാം എന്ന് പറയുന്നത്. അവർ ഈ ഒരു ലോകത്തിലേക്ക് വരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കം ബാക്ക് ട്രയൽ ടു സേവ് ദ വേൾഡിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നതെന്ന് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അത് അവരുടെ ഡെസ്റ്റിനി ആയിരുന്നു, വിധിയായിരുന്നു. അവർക്ക് ഈ ലോകത്ത് വെച്ച് എന്താണ്
ഒരുമിച്ചാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ആ ഒരു വിധിയായിരുന്നു. എന്നാൽ കൂടി ഇതെല്ലാം അറിയാന്നിട്ട് കൂടി എന്താണ് ആൾക്കാർക്ക് രാമനെ ഇഷ്ടമല്ല. കാരണം രാമൻ എന്ത് ചെയ്തിട്ടില്ല, സീതയോടൊരു പെർഫെക്റ്റ് ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആവാനായിട്ട് രാമന് കഴിഞ്ഞിട്ടില്ല. സീത എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് സാക്രിഫൈസിനെയാണ്. അതായത് ഒരു പാട്രിയാർക്കിയൽ ട്രഡിഷൻ ഒരു സ്ത്രീയിൽ കാണുന്ന, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിയൽ ട്രഡിഷൻ പറയുന്ന രീതിക്ക് ഒരു സ്ത്രീക്ക് എന്താണ് വേണ്ടത്, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു ഇതാണ് വേണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റോൾ മോഡലാണ് സീത എന്ന് പറയുന്നത്. ചന്ദ്രപതിയുടെ പോയം നമ്മൾ നോക്കുകയാണെങ്കിൽ രാമനെ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സീത എന്ന് പറയുന്നത് ഒരു ഡോക്കേൽ വൈഫായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. സീത എന്താണ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. എന്താണ് അവളുടെ ഡിഗ്നിറ്റി ഒന്നും അവൾ നോക്കുന്നില്ല. അവൾ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സീതയെ ഇന്ത്യൻ വുമണിൻ്റെ റോൾ മോഡലായിട്ട് എന്ത് ചെയ്തേക്കുന്നത്, ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുമാത്രമല്ല, വെൻ വുമൺ റീടെൽ ദ രാമായണ സീത ഈസ് എ നെയിം ദേ ഗീവ് ദംസെൽസ്. സ്ത്രീകൾ ഒരു രാമായണ റീടെൽ ചെയ്യുന്ന സമയത്ത് സീത എന്ന് പറയുന്ന പേര് തന്നെയാണ് അവർക്ക് തന്നെ കൊടുക്കുന്നത്. അതായത് ആ ഒരു ഹോംലെസ് ഫീമെയിൽ അല്ലെങ്കിൽ ഫൗണ്ട്ലിങ്, അൺലൗഡ് ആയിട്ടുള്ള, റിജക്റ്റഡ് ആയിട്ടുള്ള, ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്ന ഒരു സ്ത്രീയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് സീതയാണ് താനെന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത് ഓരോ സ്ത്രീകളും രാമായണ റീടെല് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പറഞ്ഞില്ലേ ആ കുറച്ച് സബ് തീംസ് ഉണ്ടെന്ന്, അതിനെ കുറച്ചുകൂടി പറയാം. സീത ദി ഫൗണ്ട്ലിങ്ങിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സീത ആസ് എൻ എസെൻഷ്യൽ ഓർഫൻ, സീത എന്ന് പറയുന്ന ഒരു ഓർഫനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു ഫോറസ്റ്റ് എക്സൈലിലൊക്കെ സീതയെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സീത അവിടെയുള്ള ബേർഡ്സിനോടും ട്രീസിനോടും ഒക്കെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു ഐസൊലേറ്റഡ് വുമണിൻ്റെ ആ ഒരു ഈഗർനെസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഈഗർനെസ് നമുക്കെന്താണ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത സബ് തീമായിട്ടുള്ള ഫൈൻഡിങ് എ ഗ്രൂം, അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ആൾക്കാർക്ക് എന്താണ് സീതയുടെ ഫോസ്റ്റർ പാരൻസിനോട്, അതായത് മെറ്റേണൽ പാരൻസ് അല്ലല്ലോ, അവളെ വളർത്തുന്ന പാരൻസിനോടൊരു സിമ്പതിയാണ്. കാരണം സീതയെ കല്യാണം കഴിച്ച് വിടാൻ വേണ്ടിയിട്ട് അവരൊരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ആലോചനകളൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ടെറിബിൾ ബർഡനായിട്ടാണ്, അതായത് ഗേൾ ചൈൽഡുള്ള എല്ലാവരും ഒരു ടെറിബിൾ ബർഡനായിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് പറയുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ സീതയെ രാമൻ കല്യാണം കഴിക്കുന്ന അറിയാമല്ലോ, മറ്റേ ആ ഒരു ഞാൻ ഘടിപ്പിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു അമ്പ് അവിടെ ആ വീട്ടിലുള്ള അയോധ്യയിലുള്ള ആർക്കും എടുക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം സീത കോർട്ട്യാർഡ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇത് എടുക്കുന്നത് ആര് കാണുന്നു, ജനകൻ കാണുന്നു. അവളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു. കാരണം അത് അദ്ദേഹത്തിന് പോലും എടുക്കാൻ പറ്റാത്ത ഒന്നാണ് സീത എന്ത് ചെയ്തേക്കുന്ന ഒറ്റ കൈ കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അതും ഈ ഒരു ഫൈൻഡിങ് എ ഗ്രൂം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് വരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടാവണം നമ്മുടെ ജനകൻ പറയുന്നത് സീതയുടെ കല്യാണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ആരാണോ ആ ഒരു ബോയിൽ ആ ഒരു അമ്പിൽ സ്ട്രിങ് ഘടിപ്പിക്കുന്നത് ആ വ്യക്തിയായിരിക്കും തൻ്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അതായത് അത്രത്തോളം നോർമലി ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പം സ്ട്രോങ്ങർ ആയിരിക്കണം, അവളെക്കാളും സ്ട്രോങ്ങർ ആയിരിക്കണം. അപ്പോൾ സീത എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രോങ്ങർ ആണെന്ന് ആർക്ക് മനസ്സിലായി, ജനകന് മനസ്സിലായി. അപ്പോൾ തൻ്റെ മകളെക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കണം അവൾക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ടാസ്കിൻ്റെ കാര്യം അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഏതൊരു പാട്ട് നമ്മൾ സോങ്സ് നോക്കിയാലും കാണാൻ കഴിയുന്നത് രാവണൻ സീതയുടെ സ്യൂട്ടറായിട്ട് ആ ഒരു പ്രിൻസസ് ഗ്യാതറിങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു അമ്പ് ഉയർത്താനായിട്ട് പറ്റുന്നില്ല. അയാളുടെ ഫേസ് കാണുമ്പോഴത്തേക്കും സീത കിടന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അയാൾക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്.
അപ്പം അന്ന് രാവണൻ എന്താണ് അവിടെ ഒരു പ്രതിജ്ഞ എടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് സീതയെ ഏത് വിധേനെ എന്താണ് താൻ എന്താണ് കയ്യിൽ എടുക്കും എന്നുള്ളത് അയാൾ അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു സോങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു സോങ്ങിനകത്ത് ആൾക്കാർ പാടുന്നതിൽ നമുക്ക് ഈ ഒരു പോർഷനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സബ്തീമാണ് സീത ആസ് എ ചൈൽഡ് ബ്രൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സീതയെ കല്യാണത്തിന് ഒരുക്കുന്നതും ആ ഒരു ഇൻലോസിൻ്റെ വീട്ടിലേക്ക് അവൾ പോകാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ സോങ്ങിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ഇന്ത്യൻ വുമണിൻ്റെയും ആ ഒരു ഹാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എല്ലാ സ്ത്രീകളും എല്ലാ ഇന്ത്യൻ വുമണും എന്താണ് ഒരു സമയത്ത് ഇതുപോലെ തൻ്റെ വീട് ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം അല്ലേ. അപ്പം എന്താണ് അതും ചിലപ്പോൾ ആ കുട്ടികളൊന്നും ഒരു അഡൾട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി പോലും അല്ലായിരിക്കും. എന്നാലും എന്താണ് ആ ഒരു മാരേജിലേക്ക് കുട്ടികൾ എന്താണ് പോകുന്നത് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനകത്ത് പറയുന്നത്. അത് സീതയുടെ ആൻറ്റിമാരൊക്കെ അവളെ എന്ത് ചെയ്യാണ് കുളിപ്പിച്ച് റെഡിയാക്കുന്നത് നമുക്കിതിൽ ആ ഒരു പാട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ചൈൽഡ് മാരേജ് ഈസ് എക്സ്പോസ്ഡ് ഇൻ ദിസ് സോങ്. ആ ഒരു സോങ്ങിനകത്ത് മൊത്തം ചൈൽഡ് മാരേജ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് നമ്മൾ പറയില്ലേ സ്വന്തമായിട്ട് നോക്കാൻ പോലും അറിഞ്ഞൂടാത്ത ഒരു കുട്ടിയാണ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഫോഴ്സ്ഫുള്ളി എന്താണ് ഒരു വൈഫ്ഹുഡിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട്. പിന്നെ ദ ഗീവിങ് എവേ ഓഫ് സീത, ഇതിനകത്ത് നമുക്ക് ഒരു പാരൻസിൻ്റെ ആ ഒരു ടെൻഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞു സീത എന്താണ് ഒരു ചൈൽഡ് ബ്രൈഡാണ്. അപ്പോൾ ഒരു തെലുങ്ക് സോങ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ജനകൻ എന്ത് ചെയ്യുന്നുണ്ട്, രാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥനെ സീതയെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സീത എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുമായിരുന്നു. അപ്പം സീത എങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്താണ് വളരെ ഹെൽപ്ലെസ് ആയിട്ട് ഉറങ്ങുന്ന ആ ഒരു കുട്ടിയെ അച്ഛൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ബ്രൈഡിൻ്റെ അച്ഛൻ ഗ്രൂമിനൊരു അവയർനെസ് കൊടുക്കുകയാണ്. അതായത് എൻ്റെ മോള് കുഞ്ഞാണ്, എന്താണ് ആ ഒരു മാരിറ്റൽ റേപ്പിൻ്റെ ആ ഒരു ഹിൻ്റാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ബ്രൈഡ്സ് ഫാദർ ഈസ് ജെൻലി ട്രൈങ് ടു മേക്ക് ദ ഗ്രൂം അവെയർ ദ ക്രൂവാലിറ്റി ഇൻവോൾവ് ഇൻ സച്ച് ആൻ ആക്ട്. അപ്പോൾ അവൾ അത്രയും കുഞ്ഞാണ്, കുറച്ചുകൂടെ വലുതായിട്ട് അതൊക്കെ മതി എന്നുള്ള രീതിക്കാണ്. അതുമല്ല ഈ സോങ്ങുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് പാരൻ്റൽ ടെൻഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ എന്താ സീതയ്ക്ക് കൂടുതൽ ഫ്രണ്ട്സിന് ഇതാക്കാനോ ഒന്നും രാമൻ എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ബിസി ആയിരിക്കുന്ന സമയത്ത് സീത ഒരു ടോട്ടൽ ഇംപ്രിസൺമെൻ്റ് ആണ്. അതായത് ലൈഫ് ഒരു ജയിലിനകത്ത് കിടക്കുന്ന പോലെയാണ് അവൾക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സീത എന്ന് പറയുന്നത് എന്താണ് ഒരു വുമണിൻ്റെ കറക്റ്റ് നോർമൽ ഒരു വുമണിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. പിന്നീട് നമുക്ക് സീതയുടെ പ്രഗ്നൻസി ക്രേവിങ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനകത്തും ആ ഒരു സീനിലും കൂടുതലും ഇവക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ലക്ഷ്മണനാണ്. രാമൻ പോവും മാർക്കറ്റിലൊക്കെ പോയി വാങ്ങും, പക്ഷേ എന്താ രാമൻ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സീനുകൾ എന്താണ് കുറവാണ്. ഓക്കെ, അപ്പോൾ അവിടെയും എന്താണ് അദ്ദേഹം ഒരു നല്ല ഹസ്ബൻഡ് അല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോയിറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നീട് ഈ റൈറ്റേഴ്സൊക്കെ ചോദിക്കുന്നത് സീതയെ ആ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം രാമൻ എങ്ങനെയായിരിക്കും കഴിഞ്ഞത്. അപ്പോൾ രാമൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അവർ പറയുന്നതെന്ന് വെച്ചാൽ രാമൻ തന്നെയല്ലേ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, പിന്നെ എന്തിനാണ് അദ്ദേഹം വിഷമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് സീതയാണ് എന്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ഗോൾഡൻ ഡിയറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗോൾഡൻ ഡിയറിൻ്റെ പല സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. ബംഗാളി സ്റ്റോറി പറയുന്നതെന്ന് വെച്ചാൽ സീതയ്ക്ക് ആ ഒരു മാനിനെ പെറ്റായിട്ട് വളർത്താൻ വേണ്ടി വേണമെന്നാണ് പറയുന്നത്. അതേസമയം മറാത്തിയിലാണെങ്കിലോ സീതയ്ക്ക് ആ ഒരു എന്താണ് ഈ ഡിയറിൻ്റെ സ്കിന്ന് വെച്ചിട്ടുള്ള ഗോൾഡൻ ബ്ലൗസ് ഇടണം അതിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ട്രൈബൽ സോങ്ങിൽ പറയുന്നത് സീതയ്ക്ക് എന്താ ഈ ഒരു അത്രയും നാൾ റൂട്ടൊക്കെ കഴിച്ചിട്ട് അവൾക്കൊരു ചേഞ്ച് വേണം, അതിൻ്റെ ഈ മാനിൻ്റെ എന്തോ ജ്യൂസ് കുടിക്കണം, അങ്ങനെയുള്ള ഒരാഗ്രഹമാണ്. തെലുങ്ക് സോങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ സീത ഒരു ചെടി വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടി തിന്നാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഡിയർ വരുമായിരുന്നു. അപ്പോൾ ആ ഡിയറിനെ എന്താണ് പിടിക്കണം, ആ ചെടിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് തന്നെ കഥയായിരുന്നാലും അവൾക്ക് എന്താണ് ആ ഒരു ഗോൾഡൻ ഡിയറിനെ അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് ചേസ് ചെയ്യിക്കണം എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. പക്ഷേ ബ്രദർ ഇൻ ലോയാണ് എന്ത് ചെയ്യുന്നത്
ആൻഡ് സെൻഡ് ഹർ ബ്രദർ ഇൻ ലോ ആഫ്റ്റർ ഹർ ഹസ്ബൻഡ്. ബ്രദർ ഇൻ ലോ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ പോകുന്നുണ്ട്. രാവണൻ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം സൊസൈറ്റി പറയുന്നുണ്ട് അവളെ എന്താണ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവൾക്ക് എന്താണ്, അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവൾക്ക് എന്താണ്, അവളുടെ ആ ഒരു ഹോണർ നഷ്ടപ്പെട്ടു അല്ലേ. ആൾക്കാരെ മുന്നിലൊക്കെ ഇറങ്ങി നിർത്തി 1-2 തവണ ട്രയലൊക്കെ സ്വന്തം ഭർത്താവ് തന്നെ എന്താണ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താണ്, അവളുടെ ഒരു എലോൺ സ്ട്രഗിളായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എക്സലേഷൻ്റെ ആ ഒരു ടൈമിൽ സീത പോയി സംസാരിക്കുന്നത് ഫോറസ്റ്റിലുള്ള ഓരോ ചെടികളോടും ആ ഓരോ ഇലകളോടും ഓരോ ഫ്രൂട്ട്സുകളോടും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ കാണിക്കുന്നത് അവളെന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ മകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സീത എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ലവകുശനൊക്കെ ജനിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വുമൺ റീടെല്ലിങ്സ് എല്ലാം തന്നെ കാണിക്കുന്നത് സീതയുടെ ആ ഒരു സഫറിങ്സിനെ തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് എന്താണ്, നമുക്ക് ഈ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ എന്താണ്, എല്ലാം സഹിക്കേണ്ടവളാണ്, എല്ലാം സഫർ ചെയ്യേണ്ടവളാണ്. ആൻഡ് അങ്ങനെയുള്ള എല്ലാം സഫർ ചെയ്യുന്ന ഒരു വുമണിൻ്റെ മോഡലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീത മാറുന്നത്. അപ്പോൾ നമ്മൾ ഒരു വുമൺ രാമായണ റീടെല് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, സീത എന്ന് പറയുന്നത് എന്താണ്, അവർ സ്വയം സീതയായിട്ട് മാറിയാണ് എന്ത് ചെയ്യുന്നത്, അവരെഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു എസ്സേക്കകത്ത് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളാണ് സീത എന്നുള്ള രീതിക്ക് എക്സാമിന് എഴുതിയാൽ മതി. നമ്മൾ ആ ഒരു രാമായണത്തിൻ്റെ കഥ അറിയാമെങ്കിൽ നമ്മളാണ് സീത എന്നുള്ള രീതിക്ക് എഴുതുക. അപ്പം നമുക്ക് ഓരോ കഥകൾ വെച്ച് ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പ്രതികരിക്കുമായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയായിരുന്നു സീത. പക്ഷേ സീതയെ കുറച്ചുകൂടി സീതയെ പറ്റി കുറേ ഇലാബറേറ്റ് ചെയ്ത് പറയാണ് ഈ ചന്ദ്രപതി ആയിക്കോട്ടെ, മൊള്ള ആയിക്കോട്ടെ, രംഗനായകമ്മ ആയിക്കോട്ടെ. നമുക്കതിൽ ചന്ദ്രപതിയുടെയാണ് കുറച്ചധികമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി എസ്സേ വെൻ വുമൺ റീടെൽ രാമായണ. മനസ്സിലായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.